സാർ, അഷ്ടനാഗങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? അത് ശരിക്കും പറഞ്ഞാൽ ഈ നാഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. നാഗങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് ശരിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ലോകം മുഴുവൻ ശരിക്ക് നാഗാരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും. ഈ നാഗങ്ങളുടെ പവർ എന്താന്ന് വെച്ചാൽ അവിടെ പോസിറ്റീവ് എനർജിയാണ് അത് ഏറ്റവും കൂടുതൽ സംഭരിക്കുന്നത്. നാഗങ്ങളിൽ വിഷമാണ് നമുക്ക് കാണാൻ. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നാഗങ്ങൾ വിഷമുണ്ട് തോന്നും. പക്ഷെ നാഗപൂജയിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പ്രസരിക്കുന്നത് പ്രകൃതിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എനർജിയാണ്. അതുകൊണ്ടാണ് നാഗകോവിലുകളിൽ ഒന്നും ശ്രീകോവിലില്ലാത്തത് ഓപ്പൺ ആയിരിക്കും. നമുക്ക് പ്രകൃതിക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? അതാ ഞാൻ പറഞ്ഞത്. പ്രകൃതിക്ക് കിട്ടുന്ന എനർജിയാണ് നമുക്കൊക്കെ കിട്ടുന്ന എനർജി. നമുക്ക് സംസാരിക്കാൻ, പ്രകൃതിക്ക് വളരാൻ, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ, ഇതിനൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നത്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞാല്, പണ്ട് ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട് 2 ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞകൾ എന്നുവെച്ചാൽ 2 ലേഡീസ്, പെൺകുട്ടികൾ. അവര് ഇവിടെ വന്നിട്ട് തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്തും തൃപ്രങ്കോട് എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലൊക്കെ വന്നത്. അവരവിടെ വന്നപ്പോ അവര് ഈ നാഗാരാധന അവർ കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം അവരുടെ നാട്ടിലുണ്ട് ഈ നാഗത്തെ പൂജിക്കല്ല, നമ്മളിവിടുത്തെ പോലെ പൂജയല്ല, നാഗത്തെ അവർ നല്ലതായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പൊ അത് അവര് കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിയിട്ട് അവർ ഈ നാഗത്തിന്റെ എനർജി ഒക്കെ അവര് ഷൂട്ട് ചെയ്ത് പോവുണ്ടായി അവരുടെ ക്യാമറയിൽ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ അതിന്റെ ഒരു ലേഖനം എഴുതി വിടുണ്ടായി. എന്നുവെച്ചാല് ഭാരതത്തിന്റെ ശക്തി സ്രോതസ്സിന്റെ അടിസ്ഥാനം നാഗപൂജയാണ്. അത് വെച്ചാൽ വിദേശികൾക്ക് പോലും ഇത് ഏറ്റവും കൂടുതൽ ഇത് ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള എല്ലാ ദേവതാ പൂജകളെക്കാളും കൂടുതൽ അവർ ആരാധിക്കപ്പെട്ടിട്ടുള്ള നാഗപൂജ. അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ താന്ത്രിക വിധി പ്രകാരമൊക്കെ ഉള്ള പൂജ വെച്ച് നോക്കുമ്പോൾ ഈ ഓപ്പൺ ആണ് അതിന്റെ കാരണം. മാത്രല്ല അതിന് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് അതിൽ മഞ്ഞൾ പൊടി വിതറുന്നത് നാഗത്തിന്റെ മുകളിൽ. എന്താ വെച്ചാൽ കൂടുതൽ എനർജി പ്രസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാഗക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ശക്തി സംഭരിക്കാൻ പറ്റും. അത് അത്ര വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാനസിക രോഗമൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. പോസിറ്റീവ് എനർജി കൂടിയ ഉണ്ടാവുമല്ലോ. അപ്പൊ നല്ല പഠിക്കുന്ന കുട്ടികൾ മാനസികമായിട്ട് തകർന്നു പോകണ്ടില്ലേ? വരും. ശാരീരികമായിട്ടും വരും, മാനസികമായിട്ടും നമുക്ക് കൂടുതൽ എനർജി വന്നാൽ അപകടം. അപ്പൊ അത് വരാതിരിക്കാനാണ് ഈ മഞ്ഞപ്പൊടിയൊക്കെ വിതറിയിട്ട് നമ്മൾ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന്. അപ്പോ അത് അത്രയും അമൂർത്തമായ ശക്തിയാണ് ശരിക്കും നാഗങ്ങൾ. പ്രത്യേകിച്ചും ഷഡ്നാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 8 നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഇതിനേക്കാളും അപ്പുറം ഉണ്ട്. നവഗ്രഹവും 8 നാഗങ്ങളും കൂടി ചേരുന്ന അമ്പലങ്ങളുണ്ട്. അത് ഇതിനേക്കാളൊക്കെ ഹൈ പവർ. അപ്പൊ ഉദാഹരണത്തിന് ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാല് അവിടെ നവഗ്രഹങ്ങളുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനുള്ള അമ്പലത്തിൽ അവിടെ ഒന്ന് പോയി വെറുതെ ഒന്ന് തൊഴുതു നോക്കിയേ. അർജുനന്റെ അമ്പലത്തിൽ വെറുതെ അവന്റെ അടുത്ത് നിന്നിട്ട് വെറുതെ ഒരു 10 മിനിറ്റ് തൊഴുതാ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. സത്യത്തില് നമ്മൾ അവിടെ വേഗം പോണം. ഒരു 5 മിനിറ്റിലധികം ഒന്നും തൊഴുത് നിൽക്കരുത്. അത്രയ്ക്കും പവർ നമുക്ക് അവിടെ കിട്ടും. കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. പൂജയും കറക്റ്റ് ആയിരിക്കണം. ചില അവിടെ പൂജാരി ഇടുന്ന മന്ത്രങ്ങൾ അത് കറക്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇതിന്റെ ഉൾട്ടയും സംഭവിക്കാം. നമുക്കിപ്പോ കിട്ടുന്ന പോസിറ്റീവ് എനർജിക്ക് അപ്പുറം നെഗറ്റീവ് എനർജിയും വരാം മന്ത്രം തെറ്റിയാൽ. അഷ്ടനാഗങ്ങളിന്ന് എത്ര പേരുകള്? അഷ്ടനാഗങ്ങളുടെ പേര് മുഴുവൻ ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ആധികാരികമായി പഠിച്ചു വന്നിട്ടില്ലല്ലോ. എന്നുവെച്ചാല് എല്ലാ നാഗങ്ങളുടെയും ആകത്തുകയാണ് വാസുകി എന്നാ പറയുന്നത്. വാസുകിയെ പൂജിച്ചാൽ മതി അഷ്ടനായി എന്നാണ് സാധാരണ പറയാ. അപ്പോ മുഴുവൻ പേര് എനിക്ക് നെറ്റിലൊക്കെ നോക്കി എല്ലായിടത്തും കിട്ടും. പിന്നെ ക്രമം തെറ്റിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധം പറയരുത്. അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. നമുക്ക് അതിന്റെ പോസിറ്റീവ് എനർജീസും അതിന്റെ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ പേരുകളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്രമം തെറ്റാൻ പാടില്ല. മൂലമന്ത്രം ഭഗവത്ഗീതയില് സാർ പറയണ്ടായി. അപ്പൊ പ്രധാനമായിട്ട് നമ്മള് സാധാരണക്കാര് ചൊല്ലേണ്ട മന്ത്രം ഏതാണ്? എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രങ്ങൾ ശരിക്കും ഏറ്റവും നല്ല മന്ത്രം ഗായത്രി മന്ത്രം ജപിക്കുക തന്നെയാണ്. ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവല്ലേ. ശരിക്കും നമ്മൾ ഏത് സമയത്ത് ചൊല്ലുകയാണെങ്കിലും ഏറ്റവും നല്ലത് ഗായത്രി മന്ത്രം ജപിക്കും. അതിനപ്പുറം ഒരു മന്ത്രം ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലന്ന് പറയാം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ജപിച്ചാൽ അതിൽ ഇതെല്ലാം ഉണ്ട്. ഓം ഭൂർ ഭുവസ്വഹ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഭൂമിയും പ്രകൃതിയും പ്രപഞ്ചം ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്.
പിന്നെ ഇപ്പൊ ഹരേ രാമ നമ്മൾ കലിയുഗ മന്ത്രം, ഈ- ഹരേ രാമ അത് കലിയുഗത്തിൽ നമ്മൾ ജപിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരു മന്ത്രമാണ്. അതും നല്ലതാണ്, പക്ഷെ അതിനേക്കാളൊക്കെ പവർ കിട്ടും ഗായത്രി മന്ത്രം ജപിക്കാൻ. നമ്മുടെ നാഗങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും തമ്മില് ബന്ധമില്ല. നല്ല ബന്ധമല്ല. നാഗങ്ങൾ ബന്ധമില്ലാത്ത ഏതാളുടെ ഗ്രന്ഥം? നാരായണീയം പോലും നാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, നാരായണീയം, ദേവി മഹാത്മ്യം ഒക്കെ ശരിക്കും സാക്ഷാൽ ശിവഭഗവാന്റെ കഴുത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള നാഗം ദേവി മഹാത്മ്യം കേട്ട് തലയാട്ടി എന്നാ പറയുന്നത്. ഇപ്പൊ അതിലും കൂടുതൽ എന്താ വേണ്ട? അത്ര പവറാണ്. നാഗങ്ങൾ ടച്ച് ചെയ്യാത്ത ഒരു ഗ്രന്ഥവും ഇല്ല എന്ന് പറയാം. ഭഗവത്ഗീത അത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും അതിന്റെ അർത്ഥതലങ്ങളൊക്കെ നോക്കുമ്പോൾ കുറെയൊക്കെ കാണാൻ സാധിക്കും. ഭഗവത്ഗീത പ്രകൃതിയാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിയിൽ നാഗം ഉണ്ടല്ലോ, അങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെയല്ല. അതുപോലെ തന്നെ ഈ പുള്ളുവൻ പാട്ടും നാഗങ്ങളും. പുള്ളുവൻ പാട്ട് ഒക്കെ ഒന്ന് പണ്ട് കാലത്ത് ഈ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലിയിരുന്നതല്ല പുള്ളുവൻ പാട്ട്. ശരിക്കും നാഗപ്പാട്ടായിരുന്നു. നാഗങ്ങളെ ശരിക്കും വാഴ്ത്തുന്ന പാട്ട് ആണ് പുള്ളുവൻ പാട്ട് എന്ന് പറഞ്ഞാൽ. എന്റെയൊക്കെ വീട്ടില് ഈ പുള്ളുവന്മാര് വന്നിട്ട് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസം ഒരിക്കൽ വന്നിട്ട് പുള്ളുവൻ പാട്ട് പാടിയിട്ട് പോവും. അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പോകും. ആ പാടാൻ വരുന്നത് തന്നെ ഒരു ഭയങ്കര എനർജി ആയിരുന്നു. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളെ സമൂഹം പുള്ളുവൻ പാട്ടൊക്കെ മറന്നുപോയ പോലെ എനിക്ക് തോന്നുന്നു. അതൊന്നൊന്ന് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ട സംഭവം. വരണം. പിന്നെ എല്ലാം എത്തേണ്ട ഒരു സംഭവം. അതിൻ്റെതായ ഒരു പ്രതിഫലം കിട്ടുന്നില്ല. പ്രതിഫലം കിട്ടാത്ത പണ്ടും ഉണ്ട്. പണ്ട് പറഞ്ഞാൽ അരിയല്ലേ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ നെല്ല്. ഈ നെല്ല് മതി അവർക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ, അത് സത്യമാണ്. പക്ഷെ ഇന്നിപ്പോ അത് പോരാ. ഇന്നിപ്പോ എന്തെങ്കിലും സാമ്പത്തികക്കാർക്ക് വരുമ്പോ കൊടുക്കാനും ആളില്ല. സത്യം. പിന്നെ അത് ചെയ്യാനുള്ള അതൊരു ജാതീയപരമായിട്ടൊക്കെ കുറെ തഴയപ്പെട്ടോ എന്നൊക്കെ ഒരു സ്ഥലം പലതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് സമൂഹത്തിന്റെ എനർജിയാണ് ശരിക്കും പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പൊ തഴയപ്പെട്ടു പോയിട്ടുണ്ട് ജാതീയപരമായിട്ടൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെയൊക്കെ. പക്ഷെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യം. അത് ജാതി നോക്കാതെ ഉയർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും പുള്ളുവൻ പാട്ടിന് ഉയർത്തിക്കൊണ്ട് വന്ന് ശരിക്കും പുള്ളുവൻ പാട്ട് ശരിക്കും ബ്രാഹ്മണിക്കലാണ്. നമ്മൾ പറഞ്ഞ ഈ നമ്പൂതിരി അല്ല. പണ്ഡിതന്മാർ കേൾക്കുകയും അർത്ഥം ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ് പുള്ളുവൻ പാട്ട്. അല്ലാതെ പുള്ളുവൻ പാട്ടിനെ കളയേണ്ട ഒരു സംഭവമല്ല. അതിൽ ശരിക്കും പറഞ്ഞാല് ഈ നാഗങ്ങളെ ഒരു മന്ത്രം കൊണ്ട് ഉണർത്താൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഉണർത്താൻ പറ്റുന്നതാണ് പുള്ളുവൻ പാട്ട്. ഈ കുഴല് പിടിച്ചിട്ട് ഊതി വിളിക്ക് പാടുമ്പോ നമ്മൾ വിചാരിക കുഴലിന്റെ താളത്തിൽ നാഗ ആടുന്നുണ്ട്. സത്യത്തിലുണ്ട്. അത് പ്രപഞ്ചമാണ് ആടുന്നത്. പ്രപഞ്ചമാകുന്ന ആ നാഗാണ് ആടുന്നത്. അത് ആ നാഗത്തിന്റെ പത്തിയുടെ ചലനം ഉണ്ടല്ലോ, അത് പ്രപഞ്ചത്തിന്റെ ചലനമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. ഇത് പിന്നെ നമ്മുടെ ആചാര്യന്മാരൊക്കെ അത് കുറച്ച് തഴഞ്ഞു പോയോ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ ഉയർത്തേണ്ടതാണ്. എല്ലാ പണ്ഡിതന്മാരും എല്ലാ വേദികളിലും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും അറിവുകൾ സാറ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ വളരെ നന്ദി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കാരണം ഇത്തരത്തിലുള്ള ചില മോട്ടിവേഷൻസ് സമൂഹത്തിന് കിട്ടേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം അത് കിട്ടുമ്പോഴാണ് സമൂഹവും ആ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെയുള്ള നമ്മുടെ സനാതന ധർമ്മത്തിന്റെ തഴയപ്പെട്ട പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാനാണ് എന്റെ ചാനലിന്റെ തീർച്ചയായിട്ടും.